ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പാലാ സീറ്റിൽ വിട്ടുവീഴ്ച ചെയ്യാൻ മാണി സി കാപ്പന് നിർദ്ദേശം. തിരുവമ്പാടി സീറ്റിനായി കുഞ്ഞാലിക്കുട്ടിയുമായി മാണി സി കാപ്പന്റെ നിർണായകമായ കൂടിക്കാഴ്ച നടക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്തെ വീട്ടിലാണ് കൂടിക്കാഴ്ച നടന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, തിരുവമ്പാടിയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അഥവാ മുസ്ലിം ലീഗിന്റെ ഉറപ്പ് കിട്ടാതെ താൻ അങ്ങോട്ട് മാറില്ല എന്നതാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. തിരുവമ്പാടിയിൽ കുഞ്ഞാലിക്കുട്ടി ഉറപ്പ് നൽകിയാൽ താൻ മാറാമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുമായി മാണി സി കാപ്പൻ നേരിട്ട് ചർച്ച നടത്തുന്നത്? ജോസ് കെ മാണിക്ക് പാലാ, മാണി സി കാപ്പന് തിരുവമ്പാടി. തിരുവമ്പാടിയിലേക്ക് വരണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വിളിക്കണം. അതാണോ നീക്കം റോഷി? അരുൺകുമാർ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് UDF-ലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ UDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ നീക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് പാലാ സീറ്റിൽ നിന്നും മാണി സി കാപ്പനെ തിരുവമ്പാടിയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് UDF എത്തുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് തിരുവമ്പാടി മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള സീറ്റാണ്. ആ സീറ്റിൽ മാണി സി കാപ്പനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDF നേതൃത്വത്തിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാണി സി കാപ്പൻ PK കുഞ്ഞാലിക്കുട്ടി കൂടിക്കാഴ്ചയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. ആ മണ്ഡലത്തിലെ സാധ്യതയാണ് PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ചർച്ചയിൽ അല്പസമയം മുമ്പാണ് ആ കൂടിക്കാഴ്ച അവസാനിച്ചത്. മാത്രവുമല്ല, തിരുവമ്പാടിയിലെ ചില സഭാ പ്രതിനിധികൾ കൂടി അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുവെന്ന ഏറ്റവും നിർണായക വിവരങ്ങൾ കൂടിയുണ്ട്. തിരുവമ്പാടിയിൽ നിന്നും സഭാ പ്രതിനിധികൾ കൂടി അവിടെ എത്തിയിട്ടുണ്ട്. അവർ ആ മണ്ഡലത്തിലെ UDF-മായി സഹകരിക്കുന്ന ചില പിതാക്കന്മാരാണ് അവിടെ എത്തിച്ചേർന്നത്. അവർ അവിടെ മണ്ഡലത്തിലെ UDF-ന്റെ സാധ്യത ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാണി സി കാപ്പനെ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട സഭാപ്രതിനിധികൾ കൂടി PK കുഞ്ഞാലിക്കുട്ടി മാണി സി കാപ്പൻ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തുവെന്ന സുപ്രധാന വിവരം കൂടിയുണ്ട്. ഏതായാലും മാണി സി കാപ്പനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച കോൺഗ്രസ് നേതൃത്വം അടക്കം ഇന്നലെ നടന്ന കൂടിയാലോചനയുടെ തുടർച്ചയാണ്. കാരണം UDF-ലെ മുസ്ലിം ലീഗിന്റെ കൈവശമുള്ള സീറ്റാണ് തിരുവമ്പാടി. തിരുവമ്പാടി സീറ്റിൽ മാണി സി കാപ്പന് വിജയിക്കണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് പാലായിൽ നിന്നും മാണി സി കാപ്പൻ നേരെ കോഴിക്കോട്ട് തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് വന്ന് മത്സരിക്കുമ്പോൾ അവിടെയുള്ള ഒരാശങ്ക മാണി സി കാപ്പൻ ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ കൂടിക്കാഴ്ച. മാണി സി കാപ്പന് അവിടേക്ക് മാറുന്നതോടെ കേരള കോൺഗ്രസ് UDF-ലേക്ക് എത്തുന്നതിന്റെ പൂർണ്ണമായ സാഹചര്യം ഒരുക്കുകയാണ് മുസ്ലിം ലീഗും ഒപ്പം കോൺഗ്രസും നടത്തുന്ന ശ്രമം. അതോടുകൂടി പാലാ സീറ്റിൽ ജോസ് കെ മാണിക്ക് മത്സരിക്കാനുള്ള അവസരം നൽകുക, അതുവഴി ജോസ് കെ മാണിയെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന ഉറപ്പ് കോൺഗ്രസ് നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിന് നൽകുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലേക്ക് എത്തിക്കാനുള്ള വഴിവെട്ടുകയാണ് ഇപ്പോൾ UDF നേതൃത്വം. ആ വഴിവെട്ടുന്നതിന്റെ തുടക്കം കൂടിയാണ് ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിലേക്ക് മാണി സി കാപ്പനെ മാറ്റുന്നതിനെ കുറിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന് മാണി സി കാപ്പനെ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ UDF നേതൃത്വം. അവിടെയുള്ള സാധ്യത ബോധ്യപ്പെടുത്തുന്നു. UDF ഒപ്പമുണ്ടാകും, അവിടെ വിജയിപ്പിക്കുമെന്ന ഉറപ്പ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി നൽകുന്നതോടെ ഇക്കാര്യത്തിൽ മാണി സി കാപ്പൻ എടുക്കുന്ന തീരുമാനം നിർണായകമാകും. ആദ്യഘട്ടത്തിൽ മാണി സി കാപ്പൻ പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാമെന്ന നിലപാടായിരുന്നു. പക്ഷെ പിന്നീട് ആ നിലപാട് മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാണി സി കാപ്പന്റെ നിലപാട് എന്തായിരിക്കുമെന്നത് ഏറ്റവും പ്രസക്തമാണ്. തിരുവമ്പാടിയിൽ മാണി സി കാപ്പൻ മത്സരിച്ചു കഴിഞ്ഞാൽ തിരുവമ്പാടി UDF-ന് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF-ന്റെ നേതൃത്വത്തിനുള്ളത്. ആ ആത്മവിശ്വാസത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇങ്ങനെ ഒരു നിർണായക നീക്കം നടത്തുന്നത്. സഭാ നേതൃത്വത്തിനു കൂടി വിശ്വാസമുള്ള ഒരാളെ തിരുവമ്പാടിയിൽ മത്സരിപ്പിച്ചാൽ മാത്രമേ ആ മണ്ഡലം പിടിക്കാൻ കഴിയുള്ളൂ എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ UDF-നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാണി സി കാപ്പനെ ഈ അവസരത്തിൽ തിരുവമ്പാടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം UDF നടത്തുന്നത്. ദ്രുതഗതിയിൽ ഉള്ള നീക്കങ്ങളാണ്, വളരെ രഹസ്യമായുള്ള കൂടിക്കാഴ്ചകളാണ്, രഹസ്യമായുള്ള ചരടുവലികളാണ് UDF-നകത്ത് നടക്കുന്നത്. മുന്നണി വിപുലീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ജോസ് കെ മാണിക്ക് UDF-ലേക്ക് എത്താനുള്ള അവസരം ഒരുക്കുകയാണ് ഇപ്പോൾ UDF നേതൃത്വം. അരുൺകുമാർ.